Hi, good morning. I am Shabira K, Assistant Professor in Microbiology, EMA College of Arts and Science. ഞാൻ ഇന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നത് ഓപ്രോൺ എന്ന കൺസെപ്റ്റാണ്, മെയിൻലി ലാക്ക് ഓപ്രോൺ. ഓക്കെ, ക്യാൻ വി സ്റ്റാർട്ട്? വാട്ട് ഈസ് ഓപ്രോൺ? ഓപ്രോൺ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? വി നോ ദാറ്റ് ഓപ്രോൺ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ഇൻ molecular microbiology, and this theory was first proposed by two scientists, that is Jacob and Monod, and they got Nobel Prize for this work. An operon is a group of structural gene whose expression is coordinated by an operator. Actually ഒരു ഓപ്രോൺ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് സ്ട്രക്ചറൽ ജീൻസ് ആണ്. ആ ജീൻസിൻ്റെ എക്സ്പ്രഷനെ കോർഡിനേറ്റ് ചെയ്യുന്നത് ബൈ യൂസിങ് ആൻ ഓപ്പറേറ്റർ. അപ്പം നമ്മൾ നിത്യജീവിതത്തിൽ നമ്മൾ എന്താണ് ഒരു റെഗുലേറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വി നോ ദാറ്റ് നമ്മളെ വീട്ടിലൊക്കെ എന്തുണ്ട്? ഫാൻ ഉണ്ട് അല്ലേ? ഫാനിന് നമുക്കറിയാം ഒരു റെഗുലേറ്റർ നോബ് ഉണ്ടായിരിക്കും. എന്തിനാണ് ഈ ഫാനിന് ഈ റെഗുലേറ്റർ നോബ് വെച്ചിരിക്കുന്നത്? നമുക്ക് ആവശ്യാനുസരണത്തിന് അതിൻ്റെ സ്പീഡ് കൂട്ടാനും അതുപോലെ തന്നെ അതിൻ്റെ സ്പീഡ് കുറയ്ക്കാനൊക്കെയാണ് അല്ലേ? അതുപോലെ തന്നെ നമ്മളെ ബോഡിയിലുള്ള പ്രോട്ടീൻ സിന്തസിസ് അല്ലെങ്കിൽ എല്ലാ തരം പ്രോട്ടീൻസ്, എൻസൈംസ്, ഇതിനെല്ലാ പ്രോഡക്ട്സിനെയും കോഡ് ചെയ്യുന്നത് ബേസിക് യൂണിറ്റാണ് എന്ത്? ജീൻ എന്ന് പറയുന്നത്. എന്താണ് ജീൻ എന്ന് പറഞ്ഞാൽ? ജീൻ ഈസ് DNA. DNA ആണ് ജീൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ DNA ഈസ് ദ ഹെറിഡിറ്ററി ബേസിക് യൂണിറ്റ് ഓഫ് എ പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റിൻ്റെ ബേസിക് യൂണിറ്റാണ് എന്തെന്ന് പറയുന്നത്? ജീൻ. ഈ ജീനെ ട്രാൻസ്ക്രിബ് ചെയ്തിട്ടാണ് നമ്മളെ ബോഡിയിൽ എന്ത് സിന്തസൈസ് ചെയ്യുന്നത്? mRNA സിന്തസൈസ് ചെയ്യുന്നത്. ആൻഡ് ദിസ് mRNA ഫർദർ ട്രാൻസ്ലേറ്റഡ് ടു പ്രൊഡ്യൂസ് പ്രോട്ടീൻ. ഈ mRNA ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് നമ്മളെ ബോഡിയിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ദ കൺവേർഷൻ ഓഫ് ദിസ് DNA into mRNA and this mRNA into protein is called central dogma in biology. ഇതിനെയാണ് നമ്മൾ സെൻട്രൽ ഡോഗ്മ ഇൻ ബയോളജി എന്നറിയപ്പെടുന്നത്. അപ്പം നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരു പ്രോട്ടീൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ കോഡ് ചെയ്യാൻ എന്തുണ്ടായിരിക്കും? ഒരു ജീനും ഉണ്ടായിരിക്കും. അപ്പം നമുക്ക് ഈ പ്രോട്ടീൻ നമ്മളെ ബോഡിക്ക് ആവശ്യമുള്ള എമൗണ്ടിൽ റെഗുലേറ്റ് ചെയ്യണമെങ്കിൽ വി വോണ്ട് എ റെഗുലേറ്റർ. ആക്ച്വലി ഓപ്രോൺ ഈസ് എ ടൈപ്പ് ഓഫ് റെഗുലേറ്റർ. അത് നമ്മൾ ഈ ഓപ്രോൺ എന്ന് പറയുന്നത് എന്താണ്? ഒരു റെഗുലേറ്ററാണ്, എസ്പെഷ്യലി ഇൻ കേസ് ഓഫ് പ്രോകാരിയോട്സിലാണ് ഈ ഓപ്രോൺ എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ പറയുന്നത്. അപ്പം അല്ലെങ്കിൽ ഈ പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഈ പ്രോട്ടീൻ്റെ എൻസൈംസിൻ്റെ ഒക്കെ പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ബോഡിയിൽ യൂസ് ചെയ്യുന്ന എ ഗ്രൂപ്പ് ഓഫ് സ്ട്രക്ചറൽ ജീൻസ് ഹൂസ് എക്സ്പ്രഷൻ, ആ ജീനുകളുടെ എക്സ്പ്രഷനെ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ്, അല്ലെങ്കിൽ കോർഡിനേറ്റഡ് ബൈ എൻ ഓപ്പറേറ്റർ. ആ മൊത്തം അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓപ്രോൺ എന്ന് പറയുന്നത്. ഓപ്രോൺ എന്നുള്ള കൺസെപ്റ്റിന് പഠിക്കുമ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ കാണുന്ന രണ്ട് ഇമ്പോർട്ടൻറ്റ് ടേംസാണ് റിപ്രസർ ആൻഡ് ഇൻഡ്യൂസർ. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓപ്രോൺ ഈസ് വെരി ഈസി കൺസെപ്റ്റ്. ഇപ്പം എല്ലാവർക്കും ഓപ്രോൺ എന്നുള്ള പേര് കേൾക്കുമ്പോൾ ഭയങ്കര എന്താണ്, വലിയ ടഫായിട്ടുള്ള ടോപ്പിക്കാന്നൊക്കെ വിചാരിക്കും. ആക്ച്വലി ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ഇത് വളരെ സിമ്പിളാണ്. അപ്പം നമുക്ക് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഓപ്രോണിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന്. ഈ ഓപ്രോണിൻ്റെ സ്ട്രക്ചറിൽ മെയിനായിട്ട് 4 ഭാഗങ്ങളാണ് ഉള്ളത്. സ്ട്രക്ചറൽ ജീൻസ്, ഓപ്പറേറ്റർ, പ്രൊമോട്ടർ ആൻഡ് റെഗുലേറ്റർ ജീൻ. അത് ഇനി കമ്മിങ് സ്ലൈഡിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം നിങ്ങൾ ഇത്രയും മനസ്സിലാക്കി വയ്ക്കുക, ഒരു ഓപ്രോണിന് 4 ഭാഗങ്ങളാണ് ഉള്ളത്. 4 ഭാഗം ഏതൊക്കെയാണ്? സ്ട്രക്ചറൽ ജീൻസ്, ഓപ്പറേറ്റർ, പ്രൊമോട്ടർ ആൻഡ് എൻ റെഗുലേറ്റർ ജീൻ. ഈ റെഗുലേറ്റർ ജീൻ കോഡ് ചെയ്യുന്ന സംഭവമാണ് റിപ്രസർ എന്ന് പറയുന്നത്. ഈ പേരിലുള്ളത് പോലെ തന്നെ ദിസ് റിപ്രസർ ഗോ ആൻഡ് ബൈൻഡ് ടു ദ ഓപ്പറേറ്റർ ആൻഡ് റിപ്രസ് ദ ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് ഓപ്രോൺ. ഈ 4 ഭാഗങ്ങളും സ്പെസിഫിക് സാധനങ്ങൾ വന്ന് ബൈൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റെഗുലേറ്റർ ജീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സംഭവമാണ് എന്തെന്ന് പറയുന്നത്? റിപ്രസർ എന്ന് പറയുന്നത്. ഈ റിപ്രസർ ഓപ്രോണിൻ്റെ ഏത് ഭാഗത്താണ് പോയി ബൈൻഡ് ചെയ്യുന്നത്? ഓപ്പറേറ്റർ എന്നുള്ള പോർഷനിലാണ് പോയി ബൈൻഡ് ചെയ്യുക. എന്നാൽ നമ്മുടെ പ്രൊമോട്ടർ എന്നുള്ളൊരു പോർഷനുണ്ട്, സ്ട്രക്ചറൽ ജീൻസ് എന്നുള്ള പോർഷനുണ്ട്. ഈ സ്ട്രക്ചറൽ ജീൻസാണ് ട്രാൻസ്ക്രിബും ട്രാൻസ്ലേറ്റും ചെയ്തിട്ട് കറസ്പോണ്ടിങ് പ്രോട്ടീനായിട്ട് മാറുന്നത്. അപ്പോൾ ഈ സ്ട്രക്ചറൽ ജീൻസ് ട്രാൻസ്ക്രിബും ട്രാൻസ്ലേറ്റും ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ട്രാൻസ്ക്രിപ്ഷൻ ഒക്കർ ചെയ്യണമെങ്കിൽ ഇത് റിക്വയർ ആൻ RNA പോളിമറേസ്. അപ്പോൾ RNA പോളിമറേസ് വന്ന് ബൈൻഡ് ചെയ്യുന്ന റീജിയനാണ്, ഓപ്രോണിലുള്ള റീജിയനാണ് പ്രൊമോട്ടർ റീജിയൻ എന്ന് പറയുന്നത്. ഈ പ്രൊമോട്ടർ റീജിയനിൽ നമ്മുടെ
RNA പോളിമറേസ് ബൈൻഡ് ചെയ്താൽ മാത്രമേ അവിടെ ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും ഒക്കെ ചെയ്ത് കറസ്പോണ്ടിങ് പ്രോഡക്റ്റ് ഉണ്ടാവുള്ളൂ. ഈ റിപ്രസർ ഓപ്പറേറ്ററിൽ ചെന്ന് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ RNA പോളിമറേസിന് പ്രൊമോട്ടർ റീജിയനിൽ ചെന്ന് ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും ഒക്കെ ചെയ്യില്ല. അപ്പോൾ റിപ്രസർ എന്നുള്ള പേരിൽ ദാറ്റ് റിപ്രസിങ് ദ എക്സ്പ്രഷൻ ഓഫ് ദ സ്ട്രക്ചറൽ ജീൻസ്, അത് റിപ്രസ് ചെയ്യാണ് ദ എക്സ്പ്രഷൻ ഓഫ് ദ റിപ്രസർ ജീൻ ആൻഡ് ദീസ് ആർ ജനറലി പ്രൊഡ്യൂസ്ഡ് ബൈ ദ ജീൻ ദാറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ ദ റെഗുലേറ്റർ റീജിയൻ. അല്ലെങ്കിൽ റെഗുലേറ്റർ ജീനാണ് ഈ റിപ്രസറിനെ കോഡ് ചെയ്യുന്നത്. അപ്പം അടുത്ത ടേമാണ് ഇൻഡ്യൂസർ എന്ന് പറയുന്നത്. എന്താണ് ഈ ഇൻഡ്യൂസർ എന്ന് പറഞ്ഞാൽ? ഇൻഡ്യൂസർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എന്താണ് സബ്സ്റ്റൻസ് ആണ്. അത് എന്ത് ചെയ്യാം, ബോഡിയിൽ ചില പ്രത്യേക ഇതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ് ഇൻഡ്യൂസർ. ഇൻഡ്യൂസർ ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡ്യൂസർ ഗോ ആൻഡ് ബൈൻഡ് ടു ദ റിപ്രസറിനോട് ബൈൻഡ് ചെയ്തിട്ട് റിപ്രസറിനെ ഇന്നാക്ടിവേറ്റ് ആക്കി കളയും. ഇന്നാക്ടിവേറ്റ് ആക്കി കഴിഞ്ഞാൽ ഈ റിപ്രസർ ദേ ആർ നോട്ട് ഏബിൾ ടു ഗോ ആൻഡ് ബൈൻഡ് ടു ദ ഓപ്പറേറ്റർ റീജിയൻ. ഓപ്പറേറ്റർ റീജിയനിൽ പോയി ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓപ്പറേറ്റർ കം ആൻഡ് ബൈൻഡ് ടു ദ ഓപ്പറേറ്റർ റീജിയനിൽ വന്നിട്ട് ആര് ബൈൻഡ് ചെയ്യും? RNA പോളിമറേസ്. ഞാൻ ഓപ്പറേറ്റർ എന്നാണ് പറഞ്ഞത്. RNA പോളിമറേസ് വന്നിട്ട് ഈ പ്രൊമോട്ടർ റീജിയനിൽ ബൈൻഡ് ചെയ്യുകയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും ഒക്കെ ചെയ്യും. അപ്പോൾ ജനറലി നമുക്ക് എന്ത് പറയാം? ദ എക്സ്പ്രഷൻ ഓഫ് എൻ ഓപ്രോൺ ഈസ് കൺട്രോൾഡ് ബൈ സിസ് ആക്ടിങ് ഓപ്പറേറ്റർ ആൻഡ് എൻ ട്രാൻസാക്ടിങ് റിപ്രസർ. ഒരു ഓപ്പറേറ്ററും റിപ്രസറുമാണ് കൺട്രോൾ ചെയ്യുന്നത് എന്ന് പറയാം. അപ്പോൾ ഫസ്റ്റത്തെ ഈ സ്ലൈഡിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഈ സ്ലൈഡ് മനസ്സിലായാൽ ബാക്കിയുള്ളതൊക്കെ വളരെ ഈസിയാണ്. അപ്പോൾ ഓപ്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ കൺസെപ്റ്റിനെ ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്തത് ജാക്കബ് ആൻഡ് മൊണാഡ് എന്ന് പറഞ്ഞ 2 സയൻറ്റിസ്റ്റാണ്. ആൻഡ് ഓപ്രോൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് സ്ട്രക്ചറൽ ജീൻ ഹൂസ് എക്സ്പ്രഷൻ ഈസ് കോർഡിനേറ്റഡ് ബൈ ആൻ ഓപ്പറേറ്റർ. ഒരു ഓപ്രോണിൽ മെയിനായിട്ട് 2 കാര്യങ്ങളാണ് വരുന്നത്, റിപ്രസറും ഇൻഡ്യൂസറും. റിപ്രസർ എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് യൂഷ്വലി എൻകോഡഡ് ബൈ എ റെഗുലേറ്റർ ജീൻ ദാറ്റ് യൂഷ്വലി ഗോ ആൻഡ് ബൈൻഡ് ടു ദ ഓപ്പറേറ്റർ ആൻഡ് റിപ്രസ് ദ ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് ദ structural genes of the operon. And if the inducer is present, what this inducer do? The inducer go and bind to the repressor and they inactivate the repressor and they dissociate from this operator to express the operon. So we can say that the expression of operon is controlled by a cis-acting operator and a trans-acting repressor. സോ നമുക്ക് ഈ നെക്സ്റ്റ് സ്ലൈഡിൽ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഓപ്രോൺ എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് മെയിൻലി പ്രസൻറ്റ് ഇൻ പ്രോകാരിയോട്സിലാണ് കാണുന്നത്. ദാറ്റ് ഈസ് ബാക്ടീരിയ ആൻഡ് ആർക്കെ. ദിസ് ഈസ് ആബ്സെൻറ്റ് ഇൻ യൂക്കാരിയോട്സിലെ ആബ്സെൻ്റ് ആണ്. ഓപ്രോൺ എന്ന് പറഞ്ഞാൽ ഇത് ജനറലി കൺസിസ്റ്റിംഗ് ഓഫ് മൾട്ടിപ്പിൾ ജീൻസ്. ആ ബ്ലാക്ക് പോർഷനിൽ നിങ്ങൾക്ക് എൻലാർജ് ചെയ്തിട്ട് വായിച്ചാൽ തന്നെ മനസ്സിലാവും അതിലെന്തുണ്ടാവും? മൾട്ടിപ്പിൾ റിലേറ്റഡ് ജീൻ ഉണ്ടാവും. ദിസ് ജീൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് ആൻ ഓപ്പറേറ്റർ. ഈ ജീന് ഓപ്പറേറ്ററിനോട് അസോസിയേറ്റ് ചെയ്തിരിക്കും ആൻഡ് വിത്ത് എ പ്രൊമോട്ടർ. ഓപ്പറേറ്ററിൻ്റെ ഡൗൺ സ്ട്രീമായിട്ട് അപ്സ്ട്രീമായിട്ട് എന്ത് കാണുന്നുണ്ട്? പ്രൊമോട്ടർ റീജിയനും കാണുന്നുണ്ട്. അപ്പം പ്രൊമോട്ടർ കഴിഞ്ഞിട്ടാണ് എന്തുള്ളത്? ഓപ്പറേറ്റർ ഉള്ളത്. ഓപ്പറേറ്റർ കഴിഞ്ഞിട്ട് മൾട്ടിപ്പിൾ റിലേറ്റഡ് ജീൻ. അപ്പോൾ നമുക്കറിയാം RNA പോളിമറേസ് എവിടെയാണ് പോയി ബൈൻഡ് ചെയ്യുന്നത്? ഈ പ്രൊമോട്ടർ റീജിയനിൽ അല്ലേ? RNA പോളിമറേസ് ഗോ ആൻഡ് ബൈൻഡ് ടു ദ പ്രൊമോട്ടർ റീജിയൻ. അങ്ങനെ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഇനീഷ്യേറ്റ് ദ ട്രാൻസ്ക്രിപ്ഷൻ ബൈ ബൈൻഡിങ് ടു ദ പ്രൊമോട്ടർ റീജിയൻ. And after this transcription occur, this mRNA translated in order to form corresponding operon. എന്നാൽ നമ്മുടെ റെഗുലേറ്റർ ജീൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള റിപ്രസർ എവിടെ ചെയ്യുന്നിട്ടാണ് ബൈൻഡ് ചെയ്യുന്നത്? റിപ്രസർ ഗോ ആൻഡ് ബൈൻഡ് ടു ദ ഓപ്പറേറ്റർ ജീനിൽ. അപ്പം ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ ഈ സെക്ഷനിൽ ആലോചിച്ച് വെക്കുക. ഓപ്രോണിൽ അറ്റ് എ ടൈം എന്ത് ചെയ്യുക? റിപ്രസർ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല? RNA പോളിമറേസിന് ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. റിപ്രസർ ബൈൻഡ് ചെയ്യാതിരുന്നാൽ RNA പോളിമറേസ് ഗോ ആൻഡ് ബൈൻഡ് ടു ദ പ്രൊമോട്ടർ റീജിയൻ ആൻഡ് ദർ ഓക്കർ transcription and translation. If repressor go and bind to the operator region, promoter region RNA polymerase ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. ആസ് എ റിസൾട്ട് ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ ഒക്കർ ചെയ്യില്ല. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ തറോ ആയിട്ട് നിങ്ങളുടെ ബ്രെയിനിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ലാക്കോപ്രോൺ ഈസ് വെരി ഈസി. ഓക്കെ, ലാക്കോപ്രോൺ മാത്രമല്ല എല്ലാ ഓപ്രോണും വളരെ ഈസി ആയിരിക്കും. അപ്പം ഇതിൽ ഒരുപാട് ഓപ്രോൺസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ലാക്കോപ്രോൺ, ട്രിപ്പോപ്രോൺ, ഹിസോപ്രോൺ എക്സെട്ര. ലാക്കോപ്രോൺ എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് മെയിൻലി ഇൻവോൾവ് ഇൻ ദ ലാക്ടോസ് ഡിഗ്രഡേഷൻ. ആൻഡ് ട്രിപ്പോപ്രോൺ എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ഇൻവോൾവ് ഇൻ ദ ട്രിപ്റ്റോഫാൻ ബയോസിന്തസിസ്. ആൻഡ് ഹിസോപ്രോൺ വിച്ച് ഈസ് ഇൻവോൾവ് ഇൻ ദ ഹിസ്റ്റഡിൻ ബയോസിന്തസിസ്. അത് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് ഹിസ്റ്റഡിൻ ബയോസിന്തസിസിലാണ്. ഓക്കെ, ഇത്രയും കാര്യം മനസ്സിലായോ? സോ വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. സ്ലൈഡിൽ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഓപ്രോണിൻ്റെ പടമാണ്.
ലാക്കോപ്രോൺ അല്ല, ജനറലി ഒരു ഓപ്രോണിൻ്റെ പടമാണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, അതിൽ ഗ്രീൻ കളറിൽ കാണുന്നതാണ് നമ്മുടെ സ്ട്രക്ചറൽ ജീൻസ്. 4 സ്ട്രക്ചറൽ ജീൻസ് ഉണ്ട്, ABCD. ഈ സ്ട്രക്ചറൽ ജീൻസ് ട്രാൻസ്ക്രൈബ് ചെയ്തിട്ട് എന്തുണ്ടാവുന്നു? mRNA ഉണ്ടാവുന്നു. ദിസ് mRNA ട്രാൻസ്ലേറ്റഡ് ടു ഫോം 4 different types of protein. അപ്പം that means gene A code for protein A, gene B code for protein B, gene C for C and D for D. And just adjacent to this എന്താണ്? Structural genes, there is an operator. Operator ഉണ്ട്. ഓപ്പറേറ്ററിൻ്റെ അഡ്ജസൻ്റ് ആയിട്ട് എന്തുണ്ട്? പ്രൊമോട്ടർ റീജിയൻ ഉണ്ട്. പിന്നെ അവിടുന്ന് കുറച്ച് അപ്സ്ട്രീം ആയിട്ട് എന്ത് കാണുന്നുണ്ട്? നമ്മുടെ റെഗുലേറ്റർ ജീൻ ഉണ്ട്. ഈ റെഗുലേറ്റർ ജീനാണ് എന്തിനു പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നമ്മുടെ റിപ്രസറിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. റിപ്രസർ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് റിപ്രസർ ഗോ ആൻഡ് ബൈൻഡ് ടു വേർ ഓപ്പറേറ്റർ റീജിയനിൽ ബൈൻഡ് ചെയ്യും. അപ്പം നമ്മുടെ RNA പോളിമറേസിന് പ്രൊമോട്ടർ റീജിയനിൽ ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ബൈൻഡ് ചെയ്യാഞ്ഞാൽ ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും ഒക്കെ ചെയ്യുകയുമില്ല. കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ പ്രോട്ടീൻസ് ഉണ്ടാവുകയില്ല. അപ്പോൾ അതാണ് ജനറലായിട്ട് നമുക്ക് എന്താണ് ഈ ഒരു പിക്ചർ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ ഏകദേശം ഒരു ഓപ്രോണിൻ്റെ എങ്ങനെയാണ് ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ എന്നാണ് ഈ ഒരു സ്ലൈഡിൽ ഞാൻ കാണിക്കുന്നത്. മനസ്സിലായോ? അപ്പം ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തൊക്കെയുള്ളത്? ഓപ്രോണിൽ മെയിനായിട്ട് 4 സെക്ഷനാണ്: സ്ട്രക്ചറൽ ജീന്, ഓപ്പറേറ്റർ, പ്രൊമോട്ടർ, റെഗുലേറ്റർ ജീന്. ക്ലിയർ? Can we move to the next slide? Be under negative control or under positive control. ഓപ്രോൺ നെഗറ്റീവ് കൺട്രോളിലും ആവാം, അതുപോലെ തന്നെ പോസിറ്റീവ് കൺട്രോളിലും ആവാം. നെഗറ്റീവ് കൺട്രോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടേണിംഗ് ഓഫ് ദ ഓപ്രോൺ. ടേണിംഗ് ഓഫ് ചെയ്യുക ഓപ്രോൺ. എപ്പോഴാണ് ടേണിംഗ് ഓഫ് ആവുന്നത്? ഓപ്രോൺ ടേണിംഗ് ഓഫ് ആവുക മീൻസ് പ്രോട്ടീൻ സിന്തസിസ് ഒക്കർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ കറസ്പോണ്ടിങ് പ്രോഡക്റ്റിൻ്റെ സിന്തസൈസ് ഒക്കർ ചെയ്യാത്ത കണ്ടീഷനിലാണ് നമ്മൾ ഓപ്രോൺ ടേൺ ഓഫ് ആയി എന്ന് പറയുന്നത്. ആ കണ്ടീഷൻ എന്താണ്? അതെപ്പോഴാണ് ഒക്കർ ചെയ്യുക? ഇൻ പ്രസൻസ് ഓഫ് എൻ റിപ്രസർ ഉണ്ടാകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? നെഗറ്റീവ് കൺട്രോൾ ഒക്കർ ചെയ്യുന്നത്. അപ്പം നെഗറ്റീവ് കൺട്രോൾ ഇൻവോൾവ് ടേണിംഗ് ഓഫ് ദ ഓപ്രോൺ ഇൻ പ്രസൻസ് ഓഫ് എ റിപ്രസർ. ആൻഡ് പോസിറ്റീവ് കൺട്രോൾ മീൻസ് വാട്ട്? ഹിയർ ടേണിംഗ് ഓൺ അല്ലെങ്കിൽ turn on of an operon in absence of a repressor or in presence of an inducer. റിപ്രസർ ആബ്സെൻ്റ് ആവുന്ന കണ്ടീഷനല്ല, ഇൻഡ്യൂസർ പ്രസൻ്റ് ആവുമ്പം അല്ലെങ്കിൽ റിപ്രസർ ഇന്നാക്റ്റീവ് ആവുന്ന കണ്ടീഷനിലാണ് എന്ത് വരുന്നത്? അണ്ടർ പോസിറ്റീവ് കൺട്രോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓപ്രോൺ എന്താവാം? ഒന്നെങ്കിൽ നെഗറ്റീവ് കൺട്രോളിലാവാം, അല്ലെങ്കിൽ ദേ മേ ബി ഐദർ ഇൻ പോസിറ്റീവ് കൺട്രോൾ. ഈ നെഗറ്റീവ് കൺട്രോളിൽ തന്നെ, ദാറ്റ് ഈസ് ടേണിംഗ് ഓഫ് ദ ഓപ്രോണിൽ തന്നെ ഇൻ ദ പ്രസൻസ് ഓഫ് റിപ്രസറിൻ്റെ പ്രസൻസിലാണല്ലോ ഒക്കർ ചെയ്യുന്നത്. ദിസ് ക്യാൻ ബി ഐദർ റിപ്രസിബിൾ ഓർ ഇൻഡ്യൂസിബിൾ. ഇത് റിപ്രസിബിളും ആവാം, അതുപോലെ തന്നെ ഇൻഡ്യൂസിബിളും ആവാം. എന്താണ് റിപ്രസിബിൾ എന്ന് പറഞ്ഞാൽ? റിപ്രസിബിൾ ഓപ്രോൺ ഈസ് വൺ ദാറ്റ് ഈസ് യൂഷ്വലി ഓൺ. അത് നോർമൽ കണ്ടീഷനിൽ എന്താണ്? ഓൺ ആണ്. ബട്ട് വിച്ച് ക്യാൻ ബി റിപ്രസ്ഡ് ഇൻ പ്രസൻസ് ഓഫ് എ റിപ്രസർ മോളിക്യൂൾ. അതിനെ നമുക്ക് എന്ത് ചെയ്യാം? റിപ്രസ് ചെയ്യാം ഇഫ് ദ റിപ്രസർ മോളിക്യൂൾ is present. That is, if the repressor molecule present ആകുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? repressor go and bind to the operator and which prevent the binding of the RNA polymerase into this particular promoter region, and transcription and translation is blocked. അപ്പോൾ നോർമൽ കണ്ടീഷനിൽ എന്താണ്? this operon is എന്താണ്? ഓൺ ആണ്. വിച്ച് ക്യാൻ ബി റിപ്രസിബിൾ. നമുക്ക് എന്ത് ചെയ്യാം? അതിനെ റിപ്രസ് ചെയ്യാം. അപ്പോൾ ഇൻഡ്യൂസിബിൾ ഓപ്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? വിച്ച് ക്യാൻ ബി ഇൻഡ്യൂസിബിൾ. നോർമൽ കണ്ടീഷനിൽ അതെന്താണ്? ഇറ്റ് ഈസ് ഓഫ്. ദിസ് ഓപ്രോൺ ഈസ് ഓഫ് ആണ്. ഓപ്രോൺ എന്താണ്? ഓഫ് ആണ്. അപ്പോൾ അവിടെ നോർമൽ കണ്ടീഷനിൽ എന്ത് പ്രസൻ്റ് ആണ്? നമ്മുടെ റിപ്രസർ ആക്റ്റീവ് ആണ്. ദിസ് റിപ്രസർ ഗോ ആൻഡ് ബൈൻഡ് ടു ദ ഓപ്പറേറ്റർ റീജിയൻ ആൻഡ് വിച്ച് പ്രിവെൻറ്റ് ദ ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ. ദാറ്റ് ഈസ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ഓപ്രോൺ. ബട്ട് ഇറ്റ് ക്യാൻ ബി ഇൻഡ്യൂസിബിൾ. ഇൻഡ്യൂസ് ചെയ്യാം ഇഫ് എൻ ഇൻഡ്യൂസർ ഈസ് പ്രസൻറ്റ്. ഇൻഡ്യൂസർ പ്രസൻറ്റ് ആണെങ്കിൽ എന്താ ചെയ്യുക? ഇൻഡ്യൂസർ ഗോ ആൻഡ് ബൈൻഡ് ടു ദ റിപ്രസർ. ഇൻഡ്യൂസർ എവിടെ പോയി ബൈൻഡ് ചെയ്യുന്നത്? റിപ്രസറിൽ പോയി ബൈൻഡ് ചെയ്യും. ആൻഡ് ദാറ്റ് ഇന്നാക്ടിവേറ്റ് ദ റിപ്രസർ. എന്നിട്ട് റിപ്രസറിനെ ഇന്നാക്റ്റീവ് ആക്കും. ഇന്നാക്റ്റീവ് ആയ റിപ്രസറിന് ഒരിക്കലും എവിടെ പോയി ബൈൻഡ് ചെയ്യാൻ പറ്റില്ല? ഓപ്പറേറ്ററിൽ പോയി ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഓപ്പറേറ്ററിൽ പോയി ബൈൻഡ് ചെയ്യാത്തടത്തോളം കാലം ആർക്ക് വന്ന് ബൈൻഡ് ചെയ്യാം? RNA പോളിമറേസ് നമ്മുടെ പ്രൊമോട്ടർ റീജിയനിൽ വന്ന് ബൈൻഡ് ചെയ്യുകയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും ഓക്കർ ചെയ്യുകയും ചെയ്യും. അപ്പം അതാണെന്ത്? ഈ നെഗറ്റീവ് കൺട്രോളിൽ തന്നെ ദിസ് ക്യാൻ ബി ഐദർ റിപ്രസിബിൾ ഓർ ഇൻഡ്യൂസിബിൾ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇൻഡ്യൂസിബിൾ എന്താണെന്ന് ഒന്നും കൂടി പറഞ്ഞു തരാം. ആൻ ഇൻഡ്യൂസിബിൾ ഓപ്രോൺ ഈസ് വൺ ദാറ്റ് ഈസ് യൂഷ്വലി ഓഫ്. ഇതെന്താണ്? ഓഫ് ആണ്. ബട്ട് വിച്ച് ക്യാൻ ബി ഇൻഡ്യൂസിബിൾ. നമുക്ക് എന്ത് ചെയ്യാം? ഇൻഡ്യൂസ് ചെയ്യാവുന്നതാണ്. ഇൻ ദ ആബ്സെൻസ് ഓഫ് എൻ ഇൻഡ്യൂസർ the operator is blocked by a repressor molecule. When inducer is present, ഒരു ഇൻഡ്യൂസർ ഉണ്ടെങ്കിൽ it interact with the repressor protein and releasing it from the operator. അതെന്ത് ചെയ്യും? റിപ്രസർ പ്രോട്ടീനായിട്ട് റിയാക്ട് ചെയ്തിട്ട് നമ്മുടെ ഓപ്പറേറ്ററിൽ അള്ളി പിടിച്ചിരിക്കുന്ന
ആരെ നമ്മുടെ റിപ്രസർ പ്രോട്ടീനെ അവിടെ നിന്നും റിമൂവ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ദാറ്റ് അലൗവിങ് ദ ട്രാൻസ്ക്രിപ്ഷൻ ടു പ്രൊസീഡ്, ട്രാൻസ്ക്രിപ്ഷന് നടക്കാൻ വേണ്ടിയിട്ട് അലൗ ചെയ്യും. ആൻഡ് ഇൻഡ്യൂസിബിൾ ആർ ജനറലി ഇൻവോൾവ് ഇൻ കാറ്റബോളിക് പാത്വേ അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ഓഫ് ന്യൂട്രിയൻസിലാണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കെമിക്കൽ പാത്വേസ് 2 തരത്തിലുണ്ട് അല്ലേ, ആനാബോളിക് പാത്വേയും കാറ്റബോളിക് പാത്വേയും. അതറിയാമെന്ന് വിചാരിക്കുന്നു, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. ആനാബോളിക് പാത്വേ എന്ന് പറഞ്ഞാൽ എന്താ, ആന, ദാറ്റ് മീൻസ് ദ സിന്തസിസ് ഓഫ് ലാർജ് കമ്പോണൻറ്റ് from the small components. Here we occur the synthesis of big molecules. ആന എന്ന് ആലോചിച്ചാൽ മതി. ബിഗ് ആയിട്ടുള്ള സംഭവങ്ങൾ സ്മോൾ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് നിന്ന് സിന്തസൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആനാബോളിക് പാത്വേ എന്ന് പറയുന്നത്. അപ്പോൾ കാറ്റബോളിക് പാത്വേ പറഞ്ഞാൽ എന്താ, അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്, കാറ്റാക്കുക. ദാറ്റ് മീൻസ് ദ ഡിഗ്രഡേഷൻ ഓഫ് ലാർജർ മോളിക്യൂൾ ഇൻ ടു സ്മോളർ മോളിക്യൂൾസ് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ഓഫ് ദ പെർട്ടിക്കുലർ കോമ്പോണൻസ് ഈസ് കോൾഡ് കാറ്റബോളിക് പാത്വേ. അപ്പോൾ റിപ്രസിബിൾ ഓപ്രോൺ എപ്പോഴും ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് ആനാബോളിക് പാത്വേയിലും ഇൻഡ്യൂസിബിൾ ഓപ്രോൺ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് ഏതിലുമാണ്, കാറ്റബോളിക് പാത്വേയിലും ആണ്. ക്ലിയർ? Can we move to the next slide? നമ്മൾ പ്രീവിയസ് ചെയ്തിട്ടുള്ള സ്ലൈഡിലൊക്കെ ഡിസ്കസ് ചെയ്തത് അബൌട്ട് ദ ജനറൽ കൺസെപ്റ്റ് ഓഫ് ഓപ്രോൺ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വാട്ട് ഈസ് ലാക്ക് ഓപ്രോൺ. ലാക്ക് ഓപ്രോൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ ഓപ്രോൺ ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഡിഗ്രഡേഷൻ ഓഫ് ദ മിൽക്ക് പ്രോട്ടീൻ ലാക്ടോസ്. ലാക്ടോസിൻ്റെ ഡിഗ്രഡേഷനിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഓപ്രോണിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലാക്ക് ഓപ്രോൺ എന്ന് പറയുന്നത്. സോ ഡിഗ്രഡേഷൻ ആണല്ലേ, സോ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് വാട്ട്, ഇൻഡ്യൂസിബിൾ ഓപ്രോൺ ആണ്. കാറ്റബോളിക് പാത്വേ ആയതുകൊണ്ട് തന്നെ ദിസ് ലാക്ടോപ്രോൺ ഈസ് എൻ ഇൻഡ്യൂസിബിൾ ഓപ്രോൺ. ദാറ്റ് മീൻസ് അണ്ടർ നോർമൽ condition this opron is turned off. We can turn on if in the presence of an inducer. Here the inducer is an isomer of lactose, that is allolactose. അതുകൊണ്ട് നമ്മൾ ലാക്ടോസ് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം ഈ ലാക്ടോസ് ആബ്സെൻ്റ് ആണെങ്കിൽ, ഇൻഡ്യൂസർ ആബ്സെൻ്റ് ആണെങ്കിൽ ദ ഓപ്പറേറ്റർ ഈസ് ബ്ലോക്ക്ഡ് ബൈ എ റിപ്രസബിൾ പ്രോട്ടീൻ. ഓപ്പറേറ്റർ ആര് ബ്ലോക്ക് ചെയ്യും, റിപ്രസർ പ്രോട്ടീൻ ബ്ലോക്ക് ചെയ്യും. ഇഫ് ദ ലാക്ടോസ് ഈസ് പ്രസൻറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും, ദ ബൈൻഡിങ് ഓഫ് the repressor protein to the operator is blocked. ബൈൻഡിങ്ങിനെ ബ്ലോക്ക് ചെയ്യും. ദാറ്റ് മീൻസ് ട്രാൻസ്ക്രിപ്ഷൻ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒക്കർ ചെയ്യുന്നുണ്ട്, ഫർദർ ട്രാൻസ്ലേഷനും ഒക്കർ ചെയ്യുന്നുണ്ട്. ആൻഡ് ഹിയർ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു ഓപ്രോൺ, ലാക്ക് ഓപ്രോണിൽ എന്തൊക്കെയുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ആ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പം ദാറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് 3 സ്ട്രക്ചറൽ ജീൻസ് ആൻഡ് ആൻ ഓപ്പറേറ്റർ ആൻഡ് ആൻ പ്രൊമോട്ടർ. 3 സ്ട്രക്ചറൽ ജീൻസ് ഉണ്ട്. ഏതൊക്കെയാണ് സ്ട്രക്ചറൽ ജീൻസ്, ലാക്ക് സെഡ്, ലാക്ക് വൈ, ലാക്ക് എ. പിന്നെ അതിൻ്റെ അഡ്ജസൻ്റ് ആയിട്ട് എന്തുണ്ട്, ഒരു ഓപ്പറേറ്റർ ഉണ്ട്. അതിൻ്റെ തൊട്ട് അപ്സ്ട്രീം ആയിട്ട് എന്തുണ്ട്, ഒരു പ്രൊമോട്ടർ കൂടെ ഉണ്ട്. ലാക്ക് സെഡ് എന്ന് പറയുന്ന ജീന് കോഡ് ചെയ്യുന്നത് ഒരു എൻസൈമിനെയാണ്. ദാറ്റ് എൻസൈം ഈസ് ബീറ്റാ ഗാലക്ടോസിഡേസ് ആൻഡ് ദ ഫംഗ്ഷൻ ഓഫ് ദിസ് എൻസൈം ഈസ് ബ്രേക്ക് ലാക്ടോസ് ഇൻ ടു ഗ്ലൂക്കോസ് ആൻഡ് ഗാലക്ടോസ്. ലാക്ടോസിനെ ഗ്ലൂക്കോസും ഗാലക്ടോസുമായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആൻഡ് ലാക്ക് വൈ എന്ന് പറയുന്നത് വിച്ച് ഈസ് കോഡ് ഫോർ എൻ എൻസൈം പെർമിയേസ് ആൻഡ് ലാക്ക് എ എന്ന് പറയുന്നത് വിച്ച് ഈസ് കോഡ് ഫോർ എൻ എൻസൈം ട്രാൻസ് അസറ്റൈലേസ്. വൈൽ ദ അതർ 2 പ്രോട്ടീൻ എയ്ഡ് ഇൻ ദ മെറ്റാബോളിക് പ്രോസസ്. ബാക്കി ഈ ലാക്ക് ചെയ്തിട്ടുള്ള വൈയും എയിലും കോഡ് ചെയ്തിട്ടുള്ള എൻസൈംസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഇൻവോൾവ് ഇൻ ദ ഫർദർ മെറ്റാബോളിക് പ്രോസസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ പറയാം, ദ എക്സ്പ്രഷൻ ഓഫ് ലാക്ക് ഓപ്രോൺ ഈസ് കൺട്രോൾഡ് ബൈ എ റെഗുലേറ്റർ ജീൻ. അതുപോലെ തന്നെ ഇതിൻ്റെ റെഗുലേറ്റർ റീജിയൻ അഥവാ പ്രൊമോട്ടർ റീജിയൻ്റെ അപ്സ്ട്രീമായിട്ട് എന്തും കൂടെ ഉണ്ട്, ഞാൻ ഈ ഒരു ഇതിൽ അതില്ല, എന്തും കൂടെ ഉണ്ട്, പ്രൊമോട്ടറിൻ്റെ അപ്പുറത്ത് എന്തും കൂടി ഉണ്ട്, റെഗുലേറ്റർ ജീനും കൂടെ ഉണ്ട് അല്ലേ. ഈ റെഗുലേറ്റർ ജീന് കോഡ് ചെയ്യുന്ന റെഗുലേറ്റർ പോർഷനിലുള്ള ജീനാണ് ഏതെന്ന് പറയുന്നത്, ലാക്ക് ഐ എന്ന് പറയുന്നത്. ഈ ലാക്ക് ഐ ആണ് എന്തിനെ കോഡ് ചെയ്യുന്നത്, റിപ്രസർ പ്രോട്ടീനെ കോഡ് ചെയ്യുന്നത്. that this lac I or regulator gene is usually adjacent to the promoter region. promoter regionൻ്റെ തൊട്ട് മുമ്പേ കാണുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഈ റെഗുലേറ്റർ ജീൻ. അത് അടുത്ത ഇനി വരുന്ന സ്ലൈഡുകളിൽ പിക്ചർ ഉണ്ട്, അപ്പോൾ അതിൽ കൂടുതൽ വ്യക്തമാവും. ഓക്കെ, ആൻഡ് ദിസ് ലാക്ക് ഐ എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് കോഡ് ഫോർ ദ അല്ലോസ്റ്ററിക് റിപ്രസർ പ്രോട്ടീൻ ദാറ്റ് കീപ് ദ ലാക്ക് ഓപ്രോൺ ഓഫ്. ഇതാണ് നോർമൽ കണ്ടീഷനിൽ ഒക്കർ ചെയ്യുന്നത്. ഈ സ്ലൈഡിൽ പറയുന്ന കാര്യമാണ് നോർമൽ ആയിട്ടുള്ള കേസിൽ ഒക്കർ ചെയ്യുന്നത്. നോർമൽ കേസിൽ എന്താണ്, ലാക്ക് ഓപ്രോൺ എന്താണ്, ഓഫ് കണ്ടീഷനിലാണ്. അതുകൊണ്ട് നമുക്കതിനെ ഇൻഡ്യൂസിബിൾ ആണ്, നമുക്കതിനെ ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കാം ഇഫ് എ പെർട്ടിക്കുലർ ഇൻഡ്യൂസർ ഈസ് പ്രസൻറ്റ്. ഓക്കെ, അപ്പം ഞാൻ ക്ലിയർ ആയിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ സ്ലൈഡിൽ കാണുന്ന ഫസ്റ്റ് പിക്ചറാണ് നിങ്ങൾ ഒബ്സർവ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് പിക്ചറിൽ നമ്മൾ പറയുന്നത്, അതായത് എ ബി എന്ന് പറഞ്ഞ് 2 പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പിക്ചറിൽ പറയുന്നത് ലാക്ടോസ് ആബ്സെൻ്റ് ആയിട്ടുള്ള കണ്ടീഷനിൽ. ലാക്ടോസ് ആബ്സെൻറ്റ് മീൻസ് ഹിയർ ദ ഇൻഡ്യൂസർ ഈസ് ആബ്സെൻറ്റ്. ദാറ്റ് മീൻസ് റിപ്രസർ ഈസ് ആക്റ്റീവ്.
ആക്റ്റീവ്. റിപ്രസർ എന്താണ്? ആക്റ്റീവ് ആണ്. ഓപ്രോൺ എന്താണ്? ഓഫ് ആണ്. അപ്പോൾ എന്താണ് ഫസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ടീഷൻ നോക്കൂ. അവിടെ നമ്മുടെ ലാക്ടോസ് ആബ്സെൻ്റ് ആണെങ്കിൽ റിപ്രസർ ആക്റ്റീവ് ആണ്. ആ റെഡ് ഇതാക്കണ്ട ലാക്ക് എന്നുള്ള റീജിയൻ നിങ്ങൾ കാണുന്നുണ്ടോ? റെഗുലേറ്റർ ജീൻ ബ്ലൂ കളറിലുള്ള ആ ഏരിയയാണ് റെഗുലേറ്റർ ജീൻ്റെ റീജിയൻ. ദാറ്റ് ഈസ് ജസ്റ്റ് എന്താണ്? അപ്സ്ട്രീം ഓഫ് ദ പ്രൊമോട്ടർ റീജിയൻ. പ്രൊമോട്ടർ റീജിയൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് കാണുന്ന റീജിയനാണ്. ദിസ് ലാക്ക് ദാറ്റ് കോഡ് ഫോർ ഒരു ജീനാണല്ലോ. നോർമലി എല്ലാ ജീനും എന്ത് ചെയ്യും? ട്രാൻസ്ക്രിബ് ചെയ്തിട്ട് ഒരു mRNA ഉണ്ടാവും. ദിസ് mRNA വിച്ച് ട്രാൻസ്ലേറ്റ് ടു പ്രൊഡ്യൂസ് എ പ്രോട്ടീൻ. ദാറ്റ് പ്രോട്ടീൻ ഈസ് അവർ repressor. Now in the absence of this particular inducer, this repressor is active. ഇവിടുത്തെ ഇൻഡ്യൂസർ ആരാണ്? ലാക്ടോസ് ആണല്ലേ. അപ്പം ലാക്ടോസിൻ്റെ ആബ്സെൻസിൽ ഈ നമ്മുടെ റിപ്രസർ ആക്റ്റീവ് ആണ്. ആക്റ്റീവ് ആയിട്ടുള്ള റിപ്രസർ എവിടെ പോയിട്ട് ബൈൻഡ് ചെയ്യും? ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. റിപ്രസർ ബൈൻഡ് ചെയ്യുന്നത് ഏത് റീജിയനിലാണ്? ഓപ്രോണിൻ്റെ ഓപ്പറേറ്റർ റീജിയനിലാണ് പോയി ബൈൻഡ് ചെയ്യുക. ഓപ്പറേറ്റർ റീജിയനിൽ നമ്മുടെ റിപ്രസർ പോയി ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ RNA പോളിമറേസ് ഈസ് നോട്ട് ഏബിൾ ടു ഗോ ആൻഡ് ബൈൻഡ് ടു ദ പ്രൊമോട്ടർ റീജിയൻ. പ്രൊമോട്ടർ റീജിയനിൽ പോയി ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. ആസ് എ റിസൾട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജീൻസിനൊന്നും എന്ത് ചെയ്യില്ല? ജീൻസ് ഒന്നും ട്രാൻസ്ക്രിബ് ചെയ്യുകയോ ട്രാൻസ്ലേറ്റ് ചെയ്യുകയോ കറസ്പോണ്ടിങ് ചെയ്തിട്ടുള്ള പ്രോട്ടീൻ സിന്തസിസ് നെവർ ഒക്കർ. ദാറ്റ് മീൻസ് ഓപ്രോൺ ഈസ് ഓഫ്. അപ്പോൾ കണ്ടീഷനിൽ പറഞ്ഞ കാര്യങ്ങൾ ആ പടം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? ലാക്ടോൺ ഈസ് ആബ്സെൻ്റ് ആണ് ആൻഡ് റിപ്രസർ ഈസ് ആക്റ്റീവ് ആൻഡ് ഓപ്രോൺ ഈസ് ഓഫ്. ഇനി സെക്കൻഡ് ആയിട്ടുള്ള പിക്ചർ ബിയിൽ എന്താ പറഞ്ഞത്? ലാക്ടോസ് പ്രസൻ്റ് ആവുമ്പം ആ പച്ച കാണുന്നതാണ് നമ്മുടെ ലാക്ടോസിൻ്റെ ഐസോമർ ആയിട്ടുള്ള അല്ലോ ലാക്ടോസ്. ദാറ്റ് ഈസ് ആക്ച്വലി ദ ഇൻഡ്യൂസർ. അതാണ് ഇവിടുത്തെ ഇൻഡ്യൂസർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻഡ്യൂസറിൻ്റെ പ്രസൻസിൽ എന്ത് ചെയ്യും? ദിസ് ഇൻഡ്യൂസർ ഗോ ആൻഡ് ബൈൻഡ് ടു ദ പ്രോട്ടീൻ ദാറ്റ് ഈസ് കോഡഡ് ബൈ ദ ലാക്ക് ഐ. റെഗുലേറ്റർ ജീൻ കോഡ് ചെയ്തിട്ടുള്ള റിപ്രസർ പ്രോട്ടീനിൽ പോയിട്ട് ഈ അല്ലോ ലാക്ടോസ് ഗോ ആൻഡ് ബൈൻഡ്, അത് പോയി ബൈൻഡ് ചെയ്യുന്നു. ആൻഡ് ദാറ്റ് ലീഡ് ടു സെർട്ടൈൻ സ്ട്രക്ചറൽ കൺഫർമേഷൻ. അതെന്ത് ചെയ്യും? ബൈൻഡ് ചെയ്യുമ്പം ആ പ്രോട്ടീനിൽ ചില എന്ത് ചെയ്യും? കൺഫർമേഷൻ ചേഞ്ചസ് വരുത്തുകയും ദാറ്റ് ഇന്നാക്ടിവേറ്റ് ദിസ് റിപ്രസർ പ്രോട്ടീൻ. റിപ്രസർ പ്രോട്ടീനെ ഇന്നാക്ടിവേറ്റ് ആക്കും. ഇന്നാക്റ്റീവ് ആയിട്ടുള്ള റിപ്രസർ പ്രോട്ടീനെ ഓപ്പറേറ്ററിൽ ചെന്ന് ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. അത് കാരണം RNA പോളിമറേസ് കം ആൻഡ് ബൈൻഡ് ടു ദാറ്റ് പെർട്ടിക്കുലർ റീജിയൻ ആൻഡ് ദർ occur the transcription of the 3 genes LAC-Z, LAC-Y and LAC-A, and after the transcription, translation also occur and corresponding enzymes are synthesized. അത് തന്നെയാണ് ഈ സൈഡിൽ ഡിസ്ക്രിപ്ഷൻ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ഞാൻ ജസ്റ്റ് വായിക്കാം. എന്താണ്? ഇൻ ഓർഡർ ഫോർ ദ ലാക്ടോഫ്രോൺ ടു ബി ടേൺഡ് ഓൺ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ആൻ ഇൻഡ്യൂസർ മോളിക്യൂൾ മസ്റ്റ് ഇന്നാക്ടിവേറ്റ് ദ റിപ്രസർ പ്രോട്ടീൻ. ഇൻഡ്യൂസർ മോളിക്യൂൾ വേണം. അത് വേണം മാത്രമല്ല ദേ വോണ്ട് ടു ഇന്നാക്ടിവേറ്റ് ദ റിപ്രസർ പ്രോട്ടീൻ ആൻഡ് ദ ഇൻഡ്യൂസർ മോളിക്യൂൾ ഇൻ ദി സിസ്റ്റം ഈസ് അല്ലോ ലാക്ടോസ്. അല്ലോ ലാക്ടോസ് ആണ് ഇവിടുത്തെ ഇൻഡ്യൂസർ മോളിക്യൂൾ. ഞാൻ പറഞ്ഞു എൻ ഐസോമർ ഓഫ് ലാക്ടോസ് ആണ്. വെൻ ലാക്ടോസ് ആൻഡ് ഇറ്റ്സ് ഐസോമേഴ്സ് ആർ പ്രസൻറ്റ് ഇൻ ദ സെൽ, ലാക്ടോസുകളോ അവരുടെ ഐസോമേഴ്സോ ഉണ്ടെങ്കിൽ ദിസ് ഗോ ആൻഡ് ബൈൻഡ് ടു ദ അല്ലോസ്റ്റെറിക് സൈറ്റ് ഓൺ ദ റിപ്രസർ പ്രോട്ടീൻ. റിപ്രസർ പ്രോട്ടീനിൽ പോയി ബൈൻഡ് ചെയ്യും. റിപ്രസർ പ്രോട്ടീൻ്റെ ഏത് സൈറ്റിലാണ് ബൈൻഡ് ചെയ്യുന്നത്? അല്ലോസ്റ്റെറിക് സൈറ്റിൽ പോയി ബൈൻഡ് ചെയ്യുകയും ദാറ്റ് ചേഞ്ച് ദ കൺഫർമേഷൻ ഓഫ് വാട്ട്? ഈ റിപ്രസർ പ്രോട്ടീൻ്റെ കൺഫർമേഷനൊക്കെ ചേഞ്ച് ചെയ്യും. കൺഫർമേഷൻ ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ ദിസ് റിപ്രസർ ബിക്കം ഇന്നാക്റ്റീവ് ആസ് ദ റിപ്രസർ പ്രോട്ടീൻ ഡിറ്റാച്ച് ഫ്രം ദ ഓപ്പറേറ്റർ. ഇന്നാക്റ്റീവ് ആയിട്ടുള്ള റിപ്രസർ പ്രോട്ടീൻ ഒന്നെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ദേ ആർ നോട്ട് ഏബിൾ ടു ഗോ ആൻഡ് ബൈൻഡ് ടു ദിസ് ഓപ്പറേറ്റർ റീജിയൻ. ആസ് എ റിസൾട്ട് RNA polymerase can bind to the promoter region. There occur transcription and translation and the synthesis of enzyme that is involved in the degradation of the milk protein lactose. Clear? ഈ സ്ലൈഡിലും അത് തന്നെയാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഒന്നും കൂടെ ഞാൻ വായിക്കാം. വെൻ ലാക്ടോസ് ഈസ് പ്രസൻറ്റ് ദ ലാക്ടോസ് ഇൻസൈഡ് ദ സെൽ ഈസ് കൺവേർട്ടഡ് ഇൻ ടു അല്ലോ ലാക്ടോസ് ആൻഡ് ദിസ് അല്ലോ ലാക്ടോസ് സെർവ്സ് എൻ ഇൻഡ്യൂസർ മോളിക്യൂൾ. ഈ അല്ലോ ലാക്ടോസ് ആണ് ഇൻഡ്യൂസർ മോളിക്യൂളായിട്ട് സെർവ് ചെയ്യുന്നത്. ദേ ബൈൻഡ് ടു ദ റിപ്രസർ ആൻഡ് ചേഞ്ചിങ് the shape so that no longer able to bind to the operator DNA. They change the shape of the repressor protein. Repressor protein-ന്റെ ഷേപ്പ് തന്നെ ചേഞ്ച് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ റിപ്രസർ പ്രോട്ടീന് ഓപ്പറേറ്റർ DNA-നോട് പോയിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. ആസ് എ റിസൾട്ട് doesn't occur the transcription and translation or removal of the repressor in presence of lactose allow the RNA polymerase to move through the operator region and begin the transcription of lac structural genes. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? അവിടെ ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും ഒക്കർ ചെയ്യും. ഓക്കെ, സൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലാക്കോപ്രോൺ വിച്ച് ക്യാൻ ബി ആക്ടിവേറ്റഡ് ബൈ ആൻ കാറ്റബോളിക് ആക്ടിവേറ്റഡ് പ്രോട്ടീൻ. ലാക്കോപ്രോണ് എന്തുമാത്രമല്ല ഇൻഡ്യൂസിബിൾ ഓപ്രോൺ ആണെന്ന് മുന്നത്തെ സ്ലൈഡിൽ നമ്മൾ പഠിച്ചു. ഇനി നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസിൻ്റെ ലെവൽ കുറയുമ്പം എങ്ങനെയാണ് ലാക്കോപ്രോൺ ആക്ടിവേറ്റ് ആവുന്നത് എന്നാണ് നമ്മൾ ഇനി വരുന്ന സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇൻഡ്യൂസറിൻ്റെ പ്രസൻസിൽ മാത്രമല്ല ഗ്ലൂക്കോസ് ലെവൽ കുറയുമ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? ആക്ടിവേഷൻ ഓഫ് ദിസ് ഓപ്രോൺ ഒക്കർ. ഹൗ ദിസ് ഒക്കർ വി നോ. ഓക്കെ,
അപ്പം ഗ്ലൂക്കോസിൻ്റെ ലെവൽ നമ്മളെ ബോഡിയിൽ ഡിപ്ലീറ്റ് ചെയ്യുമ്പം ഗ്ലൂക്കോസ് ഇസ് ദ മെയിൻ സോഴ്സ് ഓഫ് എനർജി അല്ലേ. നമ്മുടെ എനർജിയുടെ മെയിൻ ആയിട്ടുള്ള സോഴ്സ് ആണ് എന്തെന്ന് പറയുന്നത്, ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. ഗ്ലൂക്കോസിൻ്റെ എമൗണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ ദ ഗ്രോത്ത് റേറ്റ് ബിക്കം സ്ലോ. നമ്മുടെ ഗ്രോത്ത് റേറ്റ് എന്താവും, സ്ലോ ആവും. ദാറ്റ് ഇൻഡ്യൂസ് ദ എക്സ്പ്രഷൻ ഓഫ് എൻസൈം നീഡഡ് ഫോർ ദ മെറ്റബോളിസം ഓഫ് സെക്കൻഡ് സബ്സ്ട്രേറ്റ് ലാക്ടോസ്. അപ്പോൾ എന്ത് വേണ്ടി വരും, നമ്മളെ ബോഡിയിൽ ഗ്ലൂക്കോസ് വേറെ ഏതെങ്കിലും വഴി നമുക്ക് സിന്തസൈസ് ചെയ്യേണ്ടി വരും. അപ്പം ദ അതർ ഓപ്ഷൻ ഈസ് ദ ഡിഗ്രഡേഷൻ ഓഫ് ദ ലാക്ടോസ് ഇൻ ടു ഗ്ലൂക്കോസ് ആൻഡ് ഗാലക്ടോസ്. അപ്പം നമ്മുടെ അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ആയിട്ടുള്ള സബ്സ്ട്രേറ്റിനെ യൂട്ടിലൈസ് ചെയ്യുക. ഫസ്റ്റ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് എന്താണ്, ഗ്ലൂക്കോസ് ആണ് നമ്മളെ ബോഡി. അതിൻ്റെ ആബ്സെൻസിൽ നമ്മൾ എന്ത് ചെയ്യും, വി ചൂസ് ദ സെക്കൻഡ് സബ്സ്ട്രേറ്റ് ലാക്ടോസ്. ലാക്ടോസിനെ അങ്ങനെ നമ്മൾ ഉപയോഗിക്കില്ല. വി വോണ്ട് ടു ഡിഗ്രേഡ് ദിസ് ലാക്ടോസ് ഇൻ ടു ഗ്ലൂക്കോസ് ആൻഡ് ഗാലക്ടോസ് ആൻഡ് ദിസ് ഗ്ലൂക്കോസ് ഫ്രം ദിസ് ലാക്ടോസ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ ദ എനർജി പ്രൊഡക്ഷൻ ഇൻ ദാറ്റ് പെർട്ടിക്കുലർ കേസസ്. വെൻ ഗ്ലൂക്കോസ് ലെവൽ ഡ്രോപ്പ്, നമ്മളെ ബോഡിയിൽ ഗ്ലൂക്കോസ് ലെവൽ ഡ്രോപ്പ് ആകുമ്പം സെൽ പ്രൊഡ്യൂസ് ലെസ് ATP ഫ്രം കാറ്റബോളിസം. വി നോ ഈ ഗ്ലൂക്കോസ് ആണ് എന്ത് ചെയ്യുന്നത്, ഗ്ലൈക്കോളിസിസും സിട്രിക് ആസിഡ് സൈക്കിളും ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിലൂടെ ഒക്കെ പോയിട്ട് നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ATP പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഗ്ലൂക്കോസിൻ്റെ ലെവൽ ഡ്രോപ്പ് ആകുമ്പോൾ എന്ത് ചെയ്യും, നമ്മളെ സെല്ലിലുള്ള ATPൻ്റെ പ്രൊഡക്ഷനും എന്താവും, ലോ ആവാൻ തുടങ്ങും. ആൻഡ് ദിസ് E2A ബിക്കം ഫോസ്ഫോറിലേറ്റഡ്. ആസ് എ റിസൾട്ട്, അതിൻ്റെ റിസൾട്ടായിട്ട് E2A എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ഫോസ്ഫോറിലേറ്റഡ് ആവാൻ തുടങ്ങും. ആൻഡ് ഫോസ്ഫോറിലേറ്റഡ് ആയിട്ടുള്ള E2A എന്ന് പറയുന്നത് ദാറ്റ് ആക്ടിവേറ്റ് ദ അഡിനിലേസ് സൈക്ലേസ് എൻസൈം. ഇറ്റ് ഈസ് എൻ എൻസൈം ദാറ്റ് ഈസ് ഇൻവോൾവ് ഇൻ ദ കൺവേർഷൻ ഓഫ് ATP ഇൻറ്റു സൈക്ലിക് AMP. അപ്പം നമ്മളെ ബോഡിയിൽ ATPൻ്റെ ലെവൽ വളരെ ലോ ആവുമ്പം നമ്മളെ ബോഡിയിൽ എന്ത് ചെയ്യും, വിച്ച് ലീഡ് ടു എൻ ആക്ടിവേഷൻ ഓഫ് എൻസൈം അഡിനിലേറ്റ് സൈക്ലേസ്. അഡിനിലേറ്റ് സൈക്ലേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എൻസൈംസിൻ്റെ ആക്ടിവേഷന് കാരണമാവും. അപ്പോൾ അത്തരത്തിൽ ആക്ടിവേറ്റ് ആയിട്ടുള്ള എൻസൈം എന്താണ് ചെയ്യുന്നത്, ദാറ്റ് കൺവേർട്ട് ദിസ് ATP ഇൻറ്റു സൈക്ലിക് AMP. റിമൈനിങ് ആയിട്ടുള്ള ബാക്കിയുള്ള, അപ്പം ഓൾറെഡി ലെസ് ATP ആണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്, ആ ലെസ് എമൗണ്ട് ഓഫ് ATPനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും, സൈക്ലിക് AMP ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പം നമുക്ക് എങ്ങനെ പറയാം, വെൻ ഗ്ലൂക്കോസ് ഈസ് സ്കേഴ്സ്, ഗ്ലൂക്കോസ് വളരെ കുറവാകുമ്പം ദ അക്യുമുലേറ്റിംഗ് സൈക്ലിക് AMP കോസ്ഡ് ബൈ ദ ഇൻക്രീസ് അഡിനിലേസ് സൈക്ലേസ് ആക്ടിവിറ്റി. അങ്ങനെ ഉണ്ടായിട്ടുള്ള ഈ സൈക്ലിക് AMP എന്ത് ചെയ്യും, ദേ ബൈൻഡ് ടു ദ കാറ്റാബോളിക് ആക്ടിവേറ്റർ പ്രോട്ടീൻ. കാറ്റാബോളിക് ആക്ടിവേറ്റർ പ്രോട്ടീനായിട്ട് ബൈൻഡ് ചെയ്യും. ഈ കാറ്റാബോളിക് ആക്ടിവേറ്റർ പ്രോട്ടീനെ വിളിക്കുന്ന വേറൊരു പേരാണ് സൈക്ലിക് AMP റിസപ്റ്റർ പ്രോട്ടീൻ എന്ന് വിളിക്കുന്നത്. അപ്പം സൈക്ലിക് AMP ആരോടാണ് പോയി ബൈൻഡ് ചെയ്യുന്നത്, ഗ്ലൂക്കോസ് ലെവൽ സ്കേഴ്സ് ആകുമ്പോൾ നമ്മുടെ ബോഡിയിൽ ലാർജ് എമൗണ്ട് ഓഫ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, സൈക്ലിക് AMP പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ. ഏത് എൻസൈമിൻ്റെ ആക്ടിവിറ്റി വഴി, അഡിനിലേസ് സൈക്ലേസ് എൻസൈംസിൻ്റെ ആക്ടിവിറ്റി വഴി. അങ്ങനെ ഉണ്ടായിട്ടുള്ള ഈ സൈക്ലിക് AMP എന്ത് ചെയ്യും, കാറ്റാബോളിക് ആക്ടിവേറ്റർ പ്രോട്ടീൻ അല്ലെങ്കിൽ സൈക്ലിക് AMP റിസപ്റ്റർ പ്രോട്ടീനായിട്ട് ബൈൻഡ് ചെയ്യും. അങ്ങനെ ഇത് രണ്ടും ബൈൻഡ് ചെയ്തിട്ട്, അഥവാ സൈക്ലിക് AMPയും CRPയും ബൈൻഡ് ചെയ്തിട്ട്, അല്ലെങ്കിൽ സൈക്ലിക് AMPയും CAPയും രണ്ടും ഒന്നാണ്, അത് രണ്ടും കൂടെ ബൈൻഡ് ചെയ്തിട്ട് ദേ പ്രൊഡ്യൂസ് എ കോംപ്ലക്സ്. This complex bind to the promoter region of the lacoprone. ഇത് നമ്മുടെ RNA പോളിമറേസ് ബൈൻഡ് ചെയ്യുന്ന പ്രൊമോട്ടർ റീജിയനിൽ ചെന്നിട്ട് എന്ത് ചെയ്യും, ബൈൻഡ് ചെയ്യും. പക്ഷേ ഹിയർ ഫോർ ബൈൻഡിങ് ഓഫ് ദിസ് കോംപ്ലക്സ് ദർ ഒക്കർ എ സ്പെസിഫിക് ബൈൻഡിങ് സൈറ്റ്, ദാറ്റ് ഈസ് ക്യാപ്പ് ബൈൻഡിങ് സൈറ്റ്. ഒരു പ്രത്യേക ബൈൻഡിങ് സൈറ്റ് ഉണ്ട് പ്രൊമോട്ടറിൽ തന്നെ. RNA പോളിമറേസ് ബൈൻഡ് ചെയ്യുന്ന റീജിയനിലല്ല, ദർ ഒക്കർ ആൻ അനദർ സൈറ്റ്, ദാറ്റ് ഈസ് ക്യാപ്പ് ബൈൻഡിങ് സൈറ്റ് ഈസ് ലൊക്കേറ്റഡ് അപ്സ്ട്രീം ഓഫ് ദ RNA പോളിമറേസ് ബൈൻഡിങ് സൈറ്റ് ഇൻ ദ പ്രൊമോട്ടർ. RNA പോളിമറേസ് ബൈൻഡിങ് സൈറ്റ്, പ്രൊമോട്ടർ റീജിയനിലുള്ള RNA പോളിമറേസ് ബൈൻഡിങ് സൈറ്റിൻ്റെ തൊട്ട് മുൻപിലായിട്ട് എന്തുണ്ട്, ക്യാപ്പ് ബൈൻഡിങ് സൈറ്റ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യം നമ്മൾ ഈ സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. എന്ത്, നമ്മളെ ബോഡിയിൽ ഗ്ലൂക്കോസിൻ്റെ ലെവൽ കുറയുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് എനർജി പ്രൊഡക്ഷൻ വളരെ ലോ ആയിരിക്കും. അപ്പോൾ നമുക്ക് വേറൊരു സബ്സ്ട്രേറ്റ് യൂട്ടിലൈസ് ചെയ്യേണ്ട കാര്യമുണ്ട്, ദാറ്റ് ഈസ് ലാക്ടോസ്. ഈ ലാക്ടോസിനെ നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം, ഗ്ലൂക്കോസ് ആൻഡ് ഗാലക്ടോസ്. എന്നിട്ടുണ്ടായിട്ടുള്ള ഗ്ലൂക്കോസാണ് നമ്മൾ ഫർദർ ആക്ടിവിറ്റിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗ്ലൂക്കോസിൻ്റെ ലെവൽ കുറയുമ്പം ജനറലി നമ്മളെ ബോഡിയിൽ ആക്റ്റീവ് ആവുന്ന ഒരു എൻസൈമാണ് അഡിനിലേസ് സൈക്ലേസ് എന്ന് പറഞ്ഞ എൻസൈം. ദിസ് എൻസൈം കൺവേർട്ട് ദിസ് ATP ഇൻറ്റു സൈക്ലിക് AMP. അത് ATPയെ സൈക്ലിക് AMP ആക്കി കൺവേർട്ട് ചെയ്യുന്നു. അങ്ങനെ ഉണ്ടായിട്ടുള്ള സൈക്ലിക് AMP റിസപ്റ്റർ പ്രോട്ടീനുമായിട്ട് കമ്പൈൻഡ് ചെയ്തിട്ട് ഒരു കോംപ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കോംപ്ലക്സ് ക്യാപ്പ് ബൈൻഡിങ് സൈറ്റിൽ, RNA പ്രൊമോട്ടർ റീജിയനിലുള്ള ക്യാപ്പ് ബൈൻഡിങ് സൈറ്റിൽ പോയിട്ട് ബൈൻഡ് ചെയ്യും. അങ്ങനെ ക്യാപ്പ് ബൈൻഡിങ് സൈറ്റിൽ പോയി ബൈൻഡ് ചെയ്യുമ്പം ദാറ്റ് എൻഹാൻസ് ദ ബൈൻഡിങ് ഓഫ് RNA പോളിമറേസിൻ്റെ ബൈൻഡിങ്ങിനെ എന്ത് ചെയ്യും, എൻഹാൻസ് ചെയ്യിപ്പിക്കുകയും, അങ്ങനെ എൻഹാൻസ് ചെയ്യിപ്പിച്ചാൽ എന്ത് ചെയ്യും, ദർ ഒക്കർ ദ ട്രാൻസ്ക്രിപ്ഷൻ റേറ്റ് ഈസ് വെരി ഹൈ. അവിടെ ട്രാൻസ്ക്രിപ്ഷൻ റേറ്റ് കൂടും, അതുപോലെ തന്നെ ട്രാൻസ്ലേഷൻ റേറ്റ് കൂടുകയും ചെയ്യും. കൂടുതലായിട്ട് ലാക്ടോൺ ഡിഗ്രേഡേസിങ് ചെയ്തിട്ടുള്ള എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യും. ആസ് എ റിസൾട്ട് ലാക്ടോസ് പെട്ടെന്ന് ഡിഗ്രേഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് ദിസ് ഗ്ലൂക്കോസ് ഈസ് യൂട്ടിലൈസ്ഡ്. ഈ ഗ്ലൂക്കോസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ലാക്കോപ്രോൺ ഇൻഡ്യൂസറിൻ്റെ പ്രസൻസിൽ മാത്രമല്ല ഓൺ ആവുന്നത്, ഗ്ലൂക്കോസിൻ്റെ എമൗണ്ട് കുറയുമ്പോഴും നമ്മളെ ബോഡിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ലാക്കോപ്രോൺ ഓൺ ആവുന്നുണ്ട്. ക്ലിയർ?
അപ്പോൾ ബൈൻഡിങ് ഓഫ് ദ ക്യാപ്പ് സൈക്ലിക് AMP കോംപ്ലക്സ് ടു ദിസ് സൈറ്റ് ഇൻക്രീസസ് ദ ബൈൻഡിങ് എബിലിറ്റി ഓഫ് ദ RNA പോളിമറേസ് ടു ദ പ്രൊമോട്ടർ റീജിയൻ ടു ഇനീഷ്യേറ്റ് ദ ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് സ്ട്രക്ചറൽ ജീൻസ്. അപ്പം നമുക്കറിയാം സൈക്ലിക് AMP അഥവാ ഈ കോംപ്ലക്സ് ആ പെർട്ടിക്കുലർ ചെയ്തിട്ടുള്ള ക്യാപ്പ് ബൈൻഡിങ് സൈറ്റിൽ ബൈൻഡ് ചെയ്യുമ്പം ദാറ്റ് ഇൻക്രീസസ്, അത് ഇൻക്രീസ് ചെയ്യാണ് ദ എബിലിറ്റി ഓഫ് RNA പോളിമറേസ് ടു ബൈൻഡ് ടു ദ പ്രൊമോട്ടർ റീജിയൻ. അങ്ങനെ ഇൻക്രീസ് ചെയ്യുമ്പം ട്രാൻസ്ക്രിപ്ഷൻ റേറ്റ് ഈസ് ഓൾസോ ഇൻക്രീസ്ഡ്. ദസ് ഇൻ കേസ് ഓഫ് ലാക്ക് ഓപ്രോൺ ഫോർ ട്രാൻസ്ക്രിപ്ഷൻ ടു ഒക്കർ, ട്രാൻസ്ക്രിപ്ഷൻ ഒക്കർ ചെയ്യണമെങ്കിൽ രണ്ട് കണ്ടീഷൻ ഉണ്ട്. ഒന്നെങ്കിൽ ദ ലാക്ടോസ് മസ്റ്റ് ബി പ്രസൻറ്റ്, അഥവാ ഫസ്റ്റ് കേസിൽ അഥവാ ഇൻഡ്യൂസർ പ്രസൻ്റ് ആയിരിക്കണം. റിമൂവിങ് ദ ലാക്ക് റിപ്രസർ പ്രോട്ടീൻ, എന്തിനു വേണ്ടിയിട്ട്? ലാക്ക് ചെയ്തിട്ടുള്ള റിപ്രസർ പ്രോട്ടീനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? ഗ്ലൂക്കോസ് ലെവൽ മസ്റ്റ് ബി ഡിപ്ലീറ്റഡ്, ഗ്ലൂക്കോസിൻ്റെ ലെവൽ എന്തായിരിക്കണം? കുറഞ്ഞിരിക്കണം. ദാറ്റ് അലൗവിങ് ദ ബൈൻഡിങ് ഓഫ് ആൻ ആക്ടിവേറ്റർ പ്രോട്ടീൻ അല്ലേ. അപ്പോൾ ദാറ്റ് അലൗ ദിസ് പെർട്ടിക്കുലർ കോംപ്ലക്സ് ടു ബൈൻഡ് ടു ദ ക്യാപ്പ് പ്രോട്ടീൻ അല്ല ക്യാപ്പ് ബൈൻഡിങ് സൈറ്റ്. ക്യാപ്പ് ബൈൻഡിങ് സൈറ്റിൽ ബൈൻഡ് ചെയ്യാൻ വേണ്ടി സഹായിക്കുകയും അങ്ങനെ ട്രാൻസ്ക്രിപ്ഷൻ്റെ റേറ്റ് കൂടുകയും ചെയ്യും. വെൻ ഗ്ലൂക്കോസ് ലെവൽസ് ആർ ഹൈ, ഗ്ലൂക്കോസിൻ്റെ ലെവൽ കൂടുതലാണെങ്കിൽ എന്താ സംഭവിക്കുക? ദർ ഒക്കർ കാറ്റബോളിക് റിപ്രഷൻ ഓഫ് ദ ഓപ്രോൺ എൻകോഡിംഗ് എൻസൈം ഫോർ മെറ്റാബോളിസം ഓഫ് ഓൾട്ടർനേറ്റീവ് സബ്സ്ട്രേറ്റ്. ഗ്ലൂക്കോസിൻ്റെ ലെവൽ കൂടുതലാണെങ്കിൽ സൈക്ലിക് AMP തീരെ പ്രൊഡ്യൂസ് ചെയ്യില്ല. ആസ് എ റിസൾട്ട് അവിടെ പെർട്ടിക്കുലർ കോംപ്ലക്സ് ഉണ്ടാവില്ല. പെർട്ടിക്കുലർ കോംപ്ലക്സ് ഇല്ലാഞ്ഞാൽ അവിടെ പോയി ബൈൻഡ് ചെയ്യില്ല. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ്റെ റേറ്റ് വളരെ കുറവായിരിക്കും. അഥവാ ഇതിൻ്റെ ജസ്റ്റ് ഓൾട്ടർനേറ്റീവ് കേസാണ് ഒക്കർ ചെയ്യുക. ബിക്കോസ് ഓഫ് ദ ലോ സൈക്ലിക് AMP ലെവൽ അണ്ടർ ദീസ് കണ്ടീഷൻ ദർ ഈസ് എൻ ഇൻസഫിഷ്യൻ എമൗണ്ട് ഓഫ് സൈക്ലിക് AMP CAP കോംപ്ലക്സ് ടു ആക്ടിവേറ്റ് ദ ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് ദീസ് ഓപ്രോൺ. അഥവാ എന്താണ്, ഇപ്പോൾ പ്രസൻ്റ് ആണെങ്കിൽ എന്താ സംഭവിക്കുക? ട്രാൻസ്ക്രിപ്ഷൻ റേറ്റ് കൂടും. ആബ്സെൻ്റ് ആണെങ്കിൽ ട്രാൻസ്ക്രിപ്ഷൻ്റെ റേറ്റ് കുറയും. പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞ കൺസെപ്റ്റ് ഒന്നും കൂടി ക്ലിയർ ആവും. ഫസ്റ്റ് പിക്ചർ ഒന്ന് നോക്കിയേ. ഇൻ ദ ആബ്സെൻസ് ഓഫ് ദ സൈക്ലിക് AMP അഥവാ ഗ്ലൂക്കോസിൻ്റെ ലെവൽ എന്ത് ചെയ്യും? ഇപ്പം വളരെ കൂടും. അവിടെ സൈക്ലിക് AMPൻ്റെ ലെവൽ എന്ത് ചെയ്യും? കുറയും. കുറയുമ്പോൾ എന്ത് സംഭവിക്കും? ക്യാപ്പ് ഡസ് നോട്ട് ബൈൻഡ് ടു ദ പ്രൊമോട്ടർ റീജിയൻ. അപ്പം സൈക്ലിക് എന്താണ് AMPയും ക്യാപ്പും തമ്മിൽ ബൈൻഡ് ചെയ്യില്ല. അങ്ങനെ ബൈൻഡ് ചെയ്യാനാൽ അത് ക്യാപ്പ് ബൈൻഡിങ് സൈറ്റ് ഓഫ് ദ പ്രൊമോട്ടർ റീജിയനിൽ ചെന്ന് ബൈൻഡ് ചെയ്യില്ല. അത് കാരണം ട്രാൻസ്ക്രിപ്ഷൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് വെരി ലോ ആയിരിക്കും. അതാണ് ഫസ്റ്റ് പടത്തിൽ കാണുന്നത്. ഇൻ ദ പ്രസൻസ് ഓഫ് സൈക്ലിക് AMP അഥവാ ഗ്ലൂക്കോസിൻ്റെ ലെവൽ വളരെ കുറയുമ്പം ദിസ് ക്യാപ്പും സൈക്ലിക് AMP ബൈൻഡ് ചെയ്യുന്നു. ആൻഡ് ദിസ് എന്ത് ചെയ്യും? കോംപ്ലക്സ് ഗോ ആൻഡ് ബൈൻഡ് ടു ദ പ്രൊമോട്ടർ റീജിയൻ ദാറ്റ് ഇൻക്രീസസ് ദ RNA പോളിമറേസ് ആക്ടിവിറ്റി. അപ്പോൾ അത് രണ്ടും കൂടെ പ്രൊമോട്ടർ റീജിയനിൽ ബൈൻഡ് ചെയ്താൽ RNA പോളിമറേസിൻ്റെ ബൈൻഡിങ്ങിനെ ഇനീഷ്യേറ്റ് മോർ സ്ട്രോങ് ആക്കും. ആസ് എ റിസൾട്ട് ട്രാൻസ്ക്രിപ്ഷൻ ഓൾസോ എന്താണ്? ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും പെട്ടെന്ന് ഒക്കർ ചെയ്യും. കണ്ടോ? മൂന്നാമത്തെ പടത്തിൽ കണ്ടോ? സൈക്ലിക് AMP ആൻഡ് ക്യാപ്പ് കോംപ്ലക്സ് സ്റ്റിമുലേറ്റ് ദ RNA പോളിമറേസ് ആക്ടിവിറ്റി ആൻഡ് ഇൻക്രീസസ് ദ RNA സിന്തസിസ്. ഇനി നാലാമത്തെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഈവൻ ഇൻ ദ പ്രസൻസ് ഓഫ് സൈക്ലിക് AMP ആൻഡ് ക്യാപ്പ് കോംപ്ലക്സ്, ഇത് കോംപ്ലക്സ് ഉണ്ടെങ്കിൽ കൂടിയും RNA പോളിമറേസ് ബ്ലോക്ക് ആവാം വെൻ ദ റിപ്രസർ ഈസ് ബൗണ്ട് ടു ദ ഓപ്പറേറ്റർ. ഇതൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ ഓപ്പറേറ്റർ എന്താവാം? ഓഫ് ആവുന്ന കണ്ടീഷൻ വരാം ഇഫ് ദ റിപ്രസർ ഈസ് പ്രസൻറ്റ്. റിപ്രസർ പ്രസൻ്റ് ആകുമ്പോൾ. അപ്പോൾ ലാക്ക് ഓപ്രോൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ഇൻഡ്യൂസിബിൾ ഓപ്രോൺ ആണ്. ഇതിന് രണ്ട് തരത്തിലാണ് നമ്മളിതിൻ്റെ ആക്ടിവേഷൻ പഠിച്ചു കഴിഞ്ഞത്. ഒന്ന് ഗ്ലൂക്കോസിൻ്റെ ലെവൽ കുറയുമ്പോഴും രണ്ടാമത് ഒരു ഇൻഡ്യൂസർ പ്രസൻ്റ് ആണെങ്കിലും. എനിവേ ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ ഓപ്രോൺ എന്നുള്ള കൺസെപ്റ്റും ലാക്ക് ഓപ്രോണും വളരെ ക്ലിയർ ആയിരിക്കുന്നുവെന്ന്. ഓക്കെ, എനിവേ താങ്ക് യു. ഞാൻ എൻ്റെ ക്ലാസ് ഇത്രയും നേരം കേട്ടതിന് വളരെ നന്ദി. ഓക്കെ, താങ്ക് യു.